ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. കർക്കിടക മാസം 1-ാം തീയതിയാണ്. പണ്ടൊക്കെ ഈ കർക്കിടക മാസം എന്ന് വെച്ചാൽ പഞ്ഞമാസമായിരുന്നു. മഴ ഇങ്ങനെ കൂട്ടി പിടിച്ച് പെയ്യും, തോരാത്ത മഴയായിരിക്കും. നാട്ടിലെ ആളുകൾക്ക് വളരെ ക്ഷാമവും വറുതിയൊക്കെയുള്ള കാലമാണ്. ഹരിത വിപ്ലവം വിജയിക്കുന്നതിന് മുമ്പുള്ള സമയം. ഭക്ഷ്യക്ഷാമം കൊടുമ്പിരി കൊള്ളുന്ന സമയം. അപ്പോൾ വല്ല കപ്പയൊക്കെ പുഴുകി തിന്നാണ് മനുഷ്യർ ജീവൻ നിലനിർത്തിയത്. മഴ ആഞ്ഞ് പെയ്യുമ്പോൾ വളരെ വയസ്സായ ആളുകൾ മരിക്കുകയും ചെയ്യും. അവിടെ കർക്കിടക മാസത്തിലാണ് പണ്ടൊക്കെ മരണനിരക്ക് വളരെ കൂടുതലായിരുന്നു. അങ്ങനെയാണ് ഇത് പഞ്ഞമാസം എന്ന് പറഞ്ഞത്. പിന്നീട് ഹരിത വിപ്ലവം വിജയിക്കുകയും ഭക്ഷണ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തം നേടുകയും റേഷൻ കടയിലൊക്കെ അരി കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ RSSകാരും മറ്റുമൊക്കെ മുൻകൈ എടുത്ത് കർക്കിടകത്തിൻ്റെ രാമായണ മാസമായിട്ട് പുനർനാമകരണം ചെയ്തത്. പണ്ടും കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്ന പതിവുണ്ടായിരുന്നു, ഇല്ലെന്നല്ല പറഞ്ഞത്. പക്ഷേ അത് രാമായണ മാസമായിട്ട് റീബ്രാൻഡ് ചെയ്തത് ഏതാണ്ട് 80കളുടെ അവസാനത്തിലാണ്. പിന്നീട് അത് വലിയൊരു ആഘോഷമായിട്ട് മാറുകയും ചെയ്തു. വലിയൊരു ആചാരമായിട്ടും അനുഷ്ഠാനമായിട്ടും ആഘോഷമായിട്ടും മാറി രാമായണ മാസാചരണം. പിന്നെ നാലമ്പല ദർശനം, ഇങ്ങനെ ഇതിൻ്റെ ഉപോൽപ്പന്നങ്ങളായിട്ടുള്ള മറ്റ് ആഘോഷങ്ങളുമുണ്ട്. രാമായണത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ വാൽമീകി രാമായണമുണ്ട്, കമ്പരാമായണമുണ്ട്, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമുണ്ട്, കിളിപ്പാട്ടുമുണ്ട്. അങ്ങനെ മറ്റ് പല തരത്തിലുള്ള രാമായണങ്ങളുണ്ട്. ഇന്തോനേഷ്യയിൽ വരെയുണ്ട് രാമകഥ. എന്തിന് മാപ്പിള രാമായണം വരെയുണ്ട്. MN കാരശ്ശേരി കണ്ടെടുത്ത മാപ്പിള രാമായണം. അതിൽ രാമനും ലക്ഷ്മണനും സീതയും രാവണനും ഒക്കെ മുസ്ലിമീങ്ങളാണ്. അതാണ് മാപ്പിള എന്ന് പറയുന്നത്, മാപ്പിള രാമായണം. അപ്പോൾ ഇങ്ങനെ രാമായണത്തിന് പല വകഭേദങ്ങളുമുണ്ട്, അതിൻ്റെ തരംതിരിവുകളുമുണ്ട്. രാമായണത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനമായിട്ട് 6 കാണ്ഡങ്ങളാണ്. ഒന്ന് ബാലകാണ്ഡം, അതിലാണ് ദശരഥൻ്റെ പുത്രകാമേഷ്ടി യാഗവും ശ്രീരാമൻ്റെ ജനനവും ബാല്യവും സീതാപരിണയം വരെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഭാർഗവരാമനെ, അതായത് പരശുരാമനെ പുള്ളി മര്യാദ പിടിപ്പിക്കുന്ന സ്ഥലത്ത് ബാലകാണ്ഡം അവസാനിക്കും. അയോധ്യാകാണ്ഡത്തിലാണ് ശ്രീരാമനെ അഭിഷേകം ചെയ്യാനായിട്ട് ആലോചിക്കുന്നത്. അത് കൈകേയി ഇടപെട്ട് മുടക്കുന്നത്. ശ്രീരാമൻ കാട്ടിലേക്ക് പോകുന്നു. നമ്മുടെ ഇദ്ദേഹം ദശരഥൻ സങ്കടം സഹിക്കാതെ മരിക്കുന്നു. അടുത്തത് ആരണ്യകാണ്ഡമാണ്. ആരണ്യകാണ്ഡത്തിലാണ് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുന്നത്. അതിനെ തുടർന്ന് ശ്രീരാമൻ ദുഃഖിച്ച് കരഞ്ഞ് വിലപിച്ച് നടക്കുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടുപോകുന്നിടത്താണ് അവസാനിക്കുന്നത്. അത് കിഷ്കിന്ധാകാണ്ഡം. കിഷ്കിന്ധാകാണ്ഡത്തിലാണ് ബാലിയെ കൊല്ലുന്നത്. സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്ത് വാനരന്മാരെ ലങ്കയ്ക്ക് അയക്കുന്നു. വാനരന്മാരുടെ യാത്രയാണ് സുന്ദരകാണ്ഡത്തിലുള്ളത്. ഹനുമാൻ സമുദ്രം ലംഘിച്ച് ലങ്കയിൽ ചെല്ലുന്നത്, ലങ്കാപുരി കത്തിക്കുന്നത്, മറ്റ് വീരപരാക്രമങ്ങളൊക്കെ അവിടെയാണ്. പിന്നെ ഹനുമാൻ തിരിച്ച് കിഷ്കിന്ധയിൽ വന്ന്, അല്ലെങ്കിൽ നമ്മുടെ സുഗ്രീവൻ്റെ ടെൻറ്റിൽ വന്ന് കാര്യങ്ങൾ അറിയിക്കും. അടുത്ത യുദ്ധകാണ്ഡമാണ്, 6ാമത്തെ ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധകാണ്ഡമാണ്. അവിടെയാണ് രാമരാവണ യുദ്ധം നടക്കുന്നത്. രാവണനെ കൊല്ലുന്നു. തുടർന്ന് വിഭീഷണനെ ലങ്കാധിപനായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നു. തുടർന്ന് രാമൻ ലക്ഷ്മണന്മാരും സീതയും കൂടി അയോധ്യയിൽ തിരിച്ചെത്തി രാജ്യഭാരം ഏറ്റെടുക്കും. അവിടെ വെച്ച് സത്യത്തിൽ രാമായണം അവസാനിച്ചു. ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നതും മറ്റുമൊക്കെ വാൽമീകി എഴുതിയതാണോ എന്നറിയില്ല. എഴുത്തച്ഛൻ സ്വന്തമായിട്ട് എഴുതായിട്ടും അറിയില്ല. അത് ഉത്തര രാമചരിതം അഥവാ ഉത്തര രാമായണത്തിലാണ്. അത്രയും വരെ എഴുതപ്പെട്ടിരുന്നു. അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എഴുതപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. കാരണം രാമാനന്ദ സാഗർ രാമായണം സീരിയൽ ഉണ്ടാക്കുന്നു. പിന്നീട് BJPക്കാരും ശിവസേനക്കാരും കൂടി കൂടിയിട്ട് ബാബറി മസ്ജിദ് തകർത്ത് ശ്രീരാമക്ഷേത്രം പുനർനിർമ്മിക്കുന്നു. അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത്, വലിയ തോതിൽ ഫണ്ട് പിരിക്കുന്നത്. പിരിച്ച ഫണ്ട് ഈ ശ്രീരാമ ഭക്തന്മാരെ അമക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങൾ ഇതുവരെ എഴുതിയിട്ടില്ല. അത് എഴുതാനായിട്ട് ഇനി വാൽമീകി തിരിച്ചു വരില്ല എന്ന് നമുക്കറിയാം. തുഞ്ചത്തെഴുത്തച്ഛനുമില്ല. പിന്നെ ഇവിടെയുള്ള ലോക്കൽ കവികൾ ആരെങ്കിലും എഴുതണം. ആധുനികോത്തര രാമായണം, അല്ലെങ്കിൽ അത്യന്താധുനിക രാമായണം, അത്യുത്തര രാമായണം, അങ്ങനെ എന്തെങ്കിലും പേരിട്ടിട്ട് എഴുതാവുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ കർക്കിടക മാസം 1-ാം തീയതി ഞാൻ ഈ കഴിവുള്ള കവിത്വമുള്ള ആളുകളോട് ആഹ്വാനം ചെയ്യുന്നത് ഈ അത്യുത്തര രാമായണത്തിൻ്റെ രചന ഉടനെ ആരംഭിക്കണം. കാരണം അതുകൂടി ചേർന്നാലേ നമ്മുടെ രാമചരിതം പൂർണ്ണമാകും. കമ്പരാമായണമുണ്ട്, ഭവഭൂതിയുടെ
ഉത്തര രാമചരിതമുണ്ട്, എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണ കിളിപ്പാട്ടുമുണ്ട്, നമ്മുടെ രാമചരിത മാനസമുണ്ട് തുളസീദാസിൻ്റെ. അങ്ങനെ ഒരുപാട് സാഹിത്യകൃതികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊരു സാഹിത്യകൃതിക്ക് വലിയ സ്കോപ്പുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ രാവിലത്തെ നേരം കുരുത്തക്കേട് പറഞ്ഞാൽ ശ്രീരാമഭക്തന്മാരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് താൽക്കാലം നിർത്തുന്നു.